ഫിലിപ്പ് മമ്പാടിൻ്റെ ജീവിതം സിനിമയെ വെല്ലുന്ന ട്വിസ്റ്റുകളുടെ ഒരു കഥയാണ്. തെരുവിലെ പട്ടിണിയിൽ നിന്നും തുടങ്ങി അധികാരത്തിൻ്റെ കൊടുമുടിയിലെത്തുകയും ഒടുവിൽ അപ്രതീക്ഷിതമായ ഒരു വീഴ്ചയിൽ തകരുകയും ചെയ്ത ഒരു മനുഷ്യൻ്റെ ജീവിതയാത്ര. ആ ദാരുണമായ കഥ ഇങ്ങനെയായിരുന്നു. കഥ തുടങ്ങുന്നത് മുംബൈയിലെയും ചെന്നൈയിലെയും റെയിൽവേ തെരുവുകളിലായിരുന്നു. അച്ഛനെ ഭയന്ന് 14-ാം വയസ്സിൽ നാടുവിട്ട ഒരു ആൺകുട്ടി. രാത്രികളിൽ റെയിൽവേ സ്റ്റേഷനുകളിൽ ഒളിച്ചു കിടന്നുറങ്ങിയ ബാല്യം. ഒരു കുപ്പി വെള്ളം മാത്രം കുടിച്ച് വിശപ്പടക്കിയിരുന്ന ആ ബാല്യകാലം ലഹരിയുടെയും പട്ടിണിയുടെയും നാളുകൾ അടുത്തറിഞ്ഞു. പക്ഷേ ആ തെരുവുകളിൽ ഒടുങ്ങാൻ അവൻ തയ്യാറായിരുന്നില്ല. പിന്നീട് നാട്ടിൽ തിരിച്ചെത്തിയ ഫിലിപ്പ് 10-ാം ക്ലാസ്സും ITIയും പാസ്സായി. മദ്യപാനം നിർത്താൻ പച്ച കുരുമുളക് ചവച്ചിറക്കിയത് സമാനതകളില്ലാത്ത നിശ്ചയദാർഢ്യത്തിൻ്റെ തീരുമാനമായിരുന്നു. ഒടുവിൽ 2 ലക്ഷം പേർ എഴുതിയ PSC പരീക്ഷയിൽ ഉന്നത മാർക്കോടെ വിജയം കരസ്ഥമാക്കി. ശേഷം കേരള പോലീസിൽ ജോലി നേടി ലോകത്തെ തന്നെ അത്ഭുതപ്പെടുത്തി. 26 വർഷം കേരള പോലീസിൽ സേവനമനുഷ്ഠിച്ചു. ഉയർന്ന പദവികൾ അലങ്കരിച്ചു. തനിക്ക് ആദ്യ ശമ്പളം കിട്ടിയപ്പോൾ അമ്മയ്ക്ക് കമ്മൽ വാങ്ങിക്കൊടുത്ത ആ മകൻ സർവീസിലിരിക്കുന്ന കാലത്തോളം ഫിലിപ്പ് മമ്പാട് എന്ന് പറയുന്ന വ്യക്തിത്വം കേരള സംസ്ഥാനത്തിന് വേണ്ടി ലഹരി മാഫിയയോട് യുദ്ധം ചെയ്തു. തലമുറയെ വാർത്തെടുത്തു. ശേഷം എല്ലാ അലങ്കാരങ്ങളും മാറ്റിവെച്ചു. കേരള പോലീസിൽ നിന്നും 1 വർഷം മാത്രം റിട്ടയർമെൻറ്റിന് ബാക്കി നിൽക്കെ വിരമിച്ചു. പിന്നീട് ലക്ഷങ്ങൾ പ്രതിഫലം വാങ്ങുന്ന മോട്ടിവേഷൻ സ്പീക്കറായി അദ്ദേഹം വളർന്നു. ഒരു മോട്ടിവേഷൻ ക്ലാസ്സിന് 1 ലക്ഷം രൂപ വരെ പ്രതിഫലം വാങ്ങുന്ന നിലയിലേക്ക് അയാൾ ഉയർന്നു. ജീവിതത്തിൻ്റെ പാഠങ്ങൾ ലോകത്തിന് പറഞ്ഞു കൊടുത്ത അയാൾ സമൂഹത്തിന് ഒരു വലിയ മാതൃകയായി വളർന്നു. എന്നാൽ അദ്ദേഹത്തിൻ്റെ ജീവിതം ഒരു മോട്ടിവേഷൻ സിനിമ പോലെ മുന്നേറുന്ന സമയമായിരുന്നു അത് സംഭവിച്ചത്. 2026-ൽ ആ വിധിയെത്തി. മറ്റുള്ളവർക്ക് നന്മയും പാഠങ്ങളും പകർന്നു നൽകി അതേ മനുഷ്യൻ ഒരു പോക്സോ കേസിൽ പ്രതിയായി പോലീസ് പിടിയിലായി. ഫിലിപ്പ് മമ്പാടിൻ്റെ ജീവിതം നമുക്ക് നൽകുന്ന ഒരു വലിയ പാഠമുണ്ട്. ഒരാൾ എത്രയൊക്കെ അറിവും പ്രശസ്തിയും ഉണ്ടായാലും ഒരു നിമിഷത്തെ തെറ്റായ തീരുമാനം മതി വർഷങ്ങൾ കൊണ്ട് കെട്ടിപ്പടുത്തതെല്ലാം തകർന്നു വീഴാൻ. അറിവ് പകർന്നു നൽകുന്നവരെക്കാൾ അത് ജീവിതത്തിൽ പാലിക്കുന്നവരെയാണ് നാം മാതൃകയാക്കേണ്ടത്. ഇദ്ദേഹത്തിൻ്റെ ജീവിതത്തെക്കുറിച്ച് നിങ്ങളുടെ അഭിപ്രായം എന്താണ്? കമൻറ്റുകൾ രേഖപ്പെടുത്തും.